അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് ഇസ്രായേലിലെത്തി. അവരുടെ ജോയിന്റ് പാർലമെന്റിൽ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് കരാറിലുണ്ടായിരുന്നു ഈ ലൈഫ്, അതായത് ലൈവായിട്ടുള്ള ജീവനോടെയുള്ള 20-ൽ പരം ഹോസ്റ്റേജസ്, തടവുകാരെ മോചിപ്പിച്ചിരിക്കണം. അതനുസരിച്ച് അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഷേബ മെഡിക്കൽ സെന്ററിലോട്ട് കൊണ്ടുവരുന്നു, മറ്റു പല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. 20ഓളം ഒക്ടോബർ 8-ന്, അതായത് ഹമാസ് നടത്തിയ ഭീകര ആക്രമണം, തടവിലാക്കിയ ജീവനുള്ള എല്ലാവരെയും അവർ മോചിപ്പിച്ചു. ഇനി ഏകദേശം 28-ൽ പരം ഡെഡ് ബോഡികളാണുള്ളത്. അത് ലേറ്റർ സ്റ്റേജിലാണ് റിലീസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് സ്വാപ്പ് ചെയ്തത് ഇസ്രായേലിലെ തടവിലാക്കിയിരുന്ന ഏകദേശം 1500-1700ഓളം പാലസ്തീൻകാരെയാണ് വിട്ടുകൊടുക്കുക. അതായത് മനസ്സിലാക്കണം, ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. നമ്മളിത് കാട് കയറി ഒന്നും പോകേണ്ട ആവശ്യമില്ല. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉണ്ടായിരുന്നു, അതിനു മുമ്പുണ്ടായിരുന്നു ഈ പറയുന്ന ട്രംപ് ഉണ്ടായിരുന്നു. ട്രംപ് അന്നും എബ്രഹാം അക്കോർഡ് അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്, ഇസ്രായേലുമായി ഉൾപ്പെട്ട മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ട്. അതിനു മുമ്പേ അമേരിക്ക ഭരിച്ച പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ഇവർക്കൊന്നും കഴിയാത്ത സംഭവമാണ് ട്രംപ്. ഈ സംഭവത്തിൽ ഈ ഭരണത്തിൽ വന്നിട്ട് 1 വർഷമായില്ല, പീസും കൊണ്ടുവന്നു, ആൾക്ക് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്തു. 1 സൈഡഡ് ആയിട്ട് ഈ സംഭവം കൊണ്ടുവന്ന്, അതായത് ട്രംപിന് അനുകൂലമായിട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടും ഈ കരാറ് കൊണ്ടുവന്നു. ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏത് രീതിയിൽ അതിനെങ്ങനെയൊക്കെ വ്യാഖ്യാനം നടത്തിയാലും ഈ വാറ് നിർത്തുന്ന കാര്യത്തിൽ ട്രംപ് ഒരു വലിയ സംഭവമായി മാറി. കാരണം ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഹോസ്റ്റേജസിനെ അവർ ഒറ്റയടിക്ക്. അവരെപ്പോഴും ചെയ്യുന്നത് തന്ത്രപരമായിട്ട് ഹമാസ് ചെയ്യുന്ന ഒരു 5 പേരെ വിടുമ്പം 500 പേരെ ഇങ്ങോട്ട്, അങ്ങനെയൊന്നുമല്ല ചെയ്ത്. മുഴുവൻ പേരെയും വിട്ടിരിക്കണം, ഒറ്റയടിക്ക് മുഴുവൻ പേരെയും വിട്ടിരിക്കണം. അതേപോലെ ഇത്ര പേരെ ഈ പറയുന്ന പലസ്തീൻകാരെ തടവിലാക്കിയിട്ടുള്ള പഴയ ഹമാസുകാരും ഭീകരപ്രവർത്തകരും മറ്റു പലരും ഉണ്ട് വെസ്റ്റ് ബാങ്കിലും ഗാസയിലുള്ള, അവരെ സൈമൾട്ടേനിയസ് ആയിട്ട് വിട്ടിരിക്കണം. അതിന് ഫർദർ ടോക്സ് ഒന്നുമില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീലാണ്, നേരത്തെ ഒന്നും അമേരിക്ക പറയാത്തൊരു ഡീലാണ് 20 നേരെ വന്നിരിക്കുന്നത്. ഹമാസ് പൂർണ്ണമായിട്ടും വെപ്പൺ താഴെ വെക്കണം. അവരിനി ഗാസയിൽ കാണാൻ പാടില്ല, ഹമാസുകാരൻ ഗാസയിൽ കാണാൻ പാടില്ല. അത് ശ്രദ്ധിച്ചുമാണ് നിങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹമാസിൻ്റെ ആഹ്ലാദങ്ങളൊന്നും ഇപ്രാവശ്യം ആരും കണ്ടില്ല. വെടിവെക്കുക, ഇറങ്ങി വരിക, സംഭവം വളരെ, കാരണം ഇവരും അങ്ങ് ഒതുങ്ങിപ്പോയി. ഹമാസും പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം വാറ് നീണ്ടു നിൽക്കുമെന്നും ഇത്രയും ആൾക്കാർ കൊല്ലപ്പെടുമെന്നും. പല റിപ്പോർട്ട്, ദ ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് UK ബേസ്ഡ് ആണ്, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറാണ്. അവർ റിപ്പോർട്ടർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പല ആൾക്കാരും ഈ ക്യാമ്പുകളിലാണ്. അതായത് നിങ്ങൾക്കറിയാം, ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീടുകളെല്ലാം പൊളിഞ്ഞ് നാശമായിപ്പോയി. 93% കെട്ടിടങ്ങളും വീടുകളും താമസിക്കാനുള്ള പരുവത്തിലല്ലാതായി മാറി. പല ആൾക്കാർക്കും വീട്ടിൽ പോകാൻ താല്പര്യമില്ല. ഈ പറയുന്ന ഫുഡും ഈ സംഭവങ്ങളൊക്കെ, ഈ താമസിക്കാൻ വീടില്ല, ഒരുവിധമൊക്കെ കുഴപ്പമില്ലാതെ താമസിച്ച പല ആൾക്കാരും ഉണ്ട്. ഗാസയിൽ നിന്നൊക്കെ പോയി വിദേശത്ത് ജോലി ചെയ്ത ആൾക്കാരുണ്ട്. അതേപോലെ വെസ്റ്റ് ബാങ്കിലും വിദേശത്തൊക്കെ പോയി അവിടെ ജോലി ചെയ്ത ആൾക്കാരും ചില സംഭവങ്ങളൊക്കെ ഉള്ളവരുണ്ട്, മിഡിൽ ക്ലാസ് ഒക്കെ ഉണ്ട്. കാരണം ഇവർക്കൊന്നും തിരിച്ചു പോകാൻ ഇനിയും താല്പര്യമില്ല അവരുടെ വീടുകളിലോട്ടും നാടുകളിലോട്ടും. അപ്പം അവരും ഈ പറയുന്ന ഹമാസുമായിട്ട് എതിർപ്പായി. അതാണ് അവിടെ ആഭ്യന്തര പ്രശ്നം എന്ന് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസുകാർ പറയുന്നത്, ഈ പറയുന്ന ഹമാസുകാർ ടണലിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് ഇവരൊന്നും പറയുന്നത് അവിടെയുള്ള ആൾക്കാർ കേൾക്കുന്നില്ല. കാരണം അവൻ്റെ ലൈഫ് ഇത്രയും ദുരന്തമാക്കി മാറ്റി. എന്ത് നേട്ടമാണ് കൊയ്തത്? ചോദ്യം സിമ്പിളല്ല. എന്ത് നേട്ടമാണ് ഈ 2 വർഷം കൊണ്ട് ഇത്രയും പേരെ ഇസ്രായേലിൽ പോയി ചെയ്തിട്ട് ഇവർ പറഞ്ഞ് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടും,
ഇപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത്. ഇതാണ് ഇത്രയും നാളും പിടിച്ചു നിർത്തി പോയത്. ഇവർ ചോദിക്കുന്നത് എന്താ ഇതിൻ്റെ അകത്ത് ഇത്രയും കിട്ടിയത്. ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുക, അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാം. ഈ റബിൾസ്, അതായത് അവിടെ കെട്ടിടത്തിൻ്റെ അതിനകത്ത് ഏകദേശം 10,000-15,000 പേരും ആളുകളുടെ ഡെഡ് ബോഡി അകത്ത് കിടക്കും. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തീവ്രവാദ പ്രവർത്തനം, അതായത് ടോക്സിൽ കൂടെ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ഹമാസും ഇസ്രായേലുമായിട്ടുള്ള എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹമാസിൻ്റെ എത്ര ലീഡേഴ്സ് ഉണ്ട്, ഇവരെല്ലാം തീർന്നു പോയി. ഇപ്പം ഇവരെന്തൊക്കെയാണ് പറഞ്ഞ അവരൊന്നും ഇല്ല ഇന്ന് ജീവിതത്തിൽ. അവരൊന്നും ജീവനോടിരിപ്പില്ല. ഹമാസിൻ്റെ പല ലീഡേഴ്സും ഈ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അവരുടെയൊക്കെ പ്രിയങ്കരായ പല നേതാക്കന്മാരും ജീവനോടില്ല. ഇപ്പോൾ പുതിയ നേതാക്കൾക്ക് എന്ത് പറയാൻ പറ്റും? എന്താണ് അച്ചീവ് ചെയ്തത്? അതായത് ഈ പറയുന്ന ഇത്രയും പട്ടിണിയും പരിവട്ടം, അതായത് ഈ പല റിപ്പോർട്ടുകളും വരുന്ന അവിടെ പട്ടിണി കിടന്ന ആൾക്കാരും മരിച്ചു. പട്ടിണി കിടന്ന് മനുഷ്യനെ തിന്നുന്ന രീതിയിലോട്ട് സംഭവം മാറി. ആരാണിത് വരുത്തി വെച്ചത്? ഈ ഹമാസ് അവര് ഐഡിയോളജിക്കലി ഇസ്ലാമിക് റാഡിക്കൽസ്, അതേപോലെ തന്നെ ഇസ്ലാമിക രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിൽ എന്താണ് ഇസ്രായേലിന് നഷ്ടമുണ്ടായത്? അൾട്ടിമേറ്റ്ലി ഇത് നഷ്ടമുണ്ടായി. അവരുടെ ലൈഫ് ജൂയിഷ് കമ്മ്യൂണിറ്റി അവരാ രീതിയിൽ അങ്ങ് ജീവിച്ചു. അവർ ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ടൊക്കെ വാർ ചെയ്യുന്നവരാണ്. അവർക്ക് കുറച്ച് ആൾക്കാരെയും പട്ടാളക്കാരെയും നഷ്ടപ്പെട്ടു. അൾട്ടിമേറ്റ്ലി ഗെയിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇസ്രായേൽ ഈ പറയുന്ന അവർക്ക് എതിര് നിൽക്കാൻ ഈ ചുറ്റുമൊരൊറ്റ രാജ്യങ്ങളില്ലാതായി. സിറിയ കംപ്ലീറ്റ് സറണ്ടറായി, ലെബനൻ സറണ്ടറായി, ആ പ്രദേശങ്ങൾ മുഴുവനും പിടിച്ചെടുത്തു. ഗോലൻ ഹൈറ്റ്സ്, സീനായി, ഇതൊന്നും നേരത്തെ ഭയങ്കര ഇഷ്യൂ ആണ്. നിങ്ങൾ പഴയ ഗോലൻ ഹൈറ്റ്സിൻ്റെ ബന്ധപ്പെട്ട് ലെബനൻ്റെ ആണെങ്കിലും ഈ സിറിയയുടെ ആണെങ്കിലും ബോർഡറുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇഷ്യൂ ആയിരുന്നു. അതിന്ന് ഇഷ്യൂ അല്ലാതായി മാറി. കാര്യം എന്താ? കാരണം ചോദിക്കാൻ ആരുമില്ല. ഈ സിറിയ ഇല്ലാതായി, അസാദ് എവിടെയോ പോയി, എല്ലാം കൂടെ ഉപേക്ഷിച്ചിട്ട് എവിടെ പോയി? ഹിസ്ബുള്ള അവരും നശിച്ചു പോയി. ഈ പ്രോക്സീസ് ഒന്നും ഇല്ലാതായിപ്പോയി. ഈ ബ്ലണ്ടർ കാണിച്ച അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഡിജിറ്റൽ ലോകത്ത് പലതും മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് തുലനം ചെയ്യും. അതാണ് ഗാർഡിയൻ പത്രം പറഞ്ഞേക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾക്ക് ഇവരെ മടുത്തു, ഹമാസിനെ മടുത്തു. അതേപോലെ ഭീകര പ്രവർത്തനം ഇനി ഫർദറായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ലൈഫ് ഇല്ലാതാകും. കാരണം ഇവരുടെ ബന്ധുക്കളൊക്കെ എല്ലാവരും നഷ്ടപ്പെട്ടു. ഈ 65,000 പേര് കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് ഏകദേശം 1.5 ലക്ഷം സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡായി. ഏകദേശം 15,000-ഓളം പേരെ കാണാനില്ല. ഇപ്പം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏകദേശം 1 ലക്ഷത്തിലധികം പേരെ കാണാൻ കംപ്ലീറ്റ് തീർന്നു പോയി. അപ്പം ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ ഈ പറയുന്ന ഗാസ സ്ട്രിപ്പിൻ്റെ കാര്യമാണ്. അപ്പുറത്ത് വെസ്റ്റ് ബാങ്കിലും തീർന്നു പോയില്ല, എത്രയോ പേര് തീർന്നു പോയി. അപ്പം ഇതിനകത്ത് അൾട്ടിമേറ്റ് റിസൾട്ട് എന്താ ഉണ്ടായത്? ചിലപ്പോൾ ട്രംപും ഇതുമായി ബന്ധപ്പെട്ട് ഈ പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും ചരിത്രത്തിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ഇപ്പോഴാണ് ഈ അറബ് രാജ്യങ്ങളെല്ലാം ഈജിപ്തിൽ നടക്കുന്ന സമ്മിറ്റിൽ ഒരുമിച്ച് വരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ഏകദേശം 20ഓളം രാജ്യങ്ങളിൽ നിന്ന് അവിടെ ഗ്ലോബലായിട്ടുള്ള ലീഡേഴ്സും വരുവാണ്. അറിയാൻ സാധിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു, പാലസ്തീൻ അതോറിറ്റി ഇവരും പങ്കെടുക്കുന്നുണ്ടെന്ന്. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വർഷത്തേക്ക് ചിലപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീനി ഇഷ്യൂ എന്നേക്കുമായിട്ട് അങ്ങ് തീരാൻ പോവുക. അതുകൊണ്ടാണ് ഇത്രയും ലീഡേഴ്സ് ഒരുമിച്ച്. കാരണം ഇവർക്കൊക്കെ മനസ്സിലായി ഇതുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്താൽ ഇതേപോലെയുള്ള ടെറർ ഗ്രൂപ്പുകളെ അതിനെ സപ്പോർട്ട് ചെയ്താൽ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്ത റിസൾട്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ഇറാന് ആദ്യം ഒരു ഈജിപ്ഷ്യൻ പ്രൈം മിനിസ്റ്റർ, അതായത് സിസി, അവരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം വരാമെന്ന് പറഞ്ഞ് പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവനെ അറ്റാക്ക് ചെയ്ത് മറ്റേ ഇസ്രായേൽ വരുന്നുണ്ട്. അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്ത് അമേരിക്ക വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ടേബിളിൽ ഒരുമിച്ച് പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇറാനിൽ ഇവർക്ക് ഒരു പിന്തുണയില്ലാതായി പോകും. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇറാൻ ഈ ഹമാസിൻ്റെ ഏറ്റവും വലിയ ഫണ്ടിങ്ങും പ്രോക്സിയായിരുന്നു. ആയുധവും വെപ്പൺസും കൊടുത്തോണ്ട് ഏകദേശം 100 ബില്യനാണ്
ഇറാൻ സ്പെൻഡ് ചെയ്തത് ഇബ്രാഹിം റൈസിയും അലി ഖമൈനി എല്ലാം കൂടി ഈ പ്രോക്സീസിനെ ഉണ്ടാക്കാൻ. അപ്പം അവർ തന്നെ ഈ ഹമാസിനോട് പറഞ്ഞു, ഒരു രക്ഷയില്ല ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ, അവരെ കൊണ്ട് പറ്റില്ല, ആ രാജ്യം തീർന്നു പോയി. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ളത്, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഗതി കംപ്ലീറ്റ് ആയിട്ട് മാറി. അവരുടെ പട്ടാളം, അതിൻ്റെ മേധാവികൾ, അതിൻ്റെ ഒരു പവറുണ്ട്, പട്ടാളത്തിൻ്റെ മൈറ്റി പവറുണ്ട് എപ്പോഴും. അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. അവരുടെ എക്കണോമി, അവരുടെ പ്രധാനപ്പെട്ട അവരുടെ വെള്ളം കുടിക്കാനില്ല, ടെഹ്റാൻ സിറ്റി മാറ്റാൻ പോകുന്നു. ആ രാജ്യത്തെ തന്നെ നശിപ്പിച്ച് കളഞ്ഞ് 13 ഡേ വാർ. ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ അവർ ന്യൂക്ലിയർ വെപ്പൺസും ഇതൊക്കെ ഉണ്ടാക്കി ചില രീതിയിലൊക്കെ പുരോഗതിയിലോട്ട് വരേണ്ട സാങ്ഷൻ ഇമ്പോസ് ചെയ്തേക്കും. ആ രാജ്യത്തെ നശിപ്പിച്ച് കളഞ്ഞു. ഇതാണ് ബേസിക്കലി ഹമാസ് കൊടുത്ത കോൺട്രിബ്യൂഷൻ. നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ച് കണക്ക് കൂട്ടിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ വാർ ചെയ്ത് തോൽപ്പിക്കാൻ ഈ പറയുന്ന ഒരൊറ്റ അറേബ്യൻ രാജ്യങ്ങൾ, അവർ ഈ പറയുന്ന നാറ്റോ പോലുള്ള ഖത്തർ ഉൾപ്പെടെയുള്ള സംഭവം നോക്കിയാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം അവർ ശരിക്കും 360 ദിവസവും ഫൈറ്റേഴ്സാണ്. അത് ലോകത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും വെച്ച് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അവർ ഖത്തറിൽ ബോംബിട്ടു. ആലോചിച്ച് നോക്കി, എന്തുകൊണ്ട് ഒരു കുന്തം ഉണ്ടായില്ല. അറബ് രാജ്യങ്ങൾ ഭയന്നു പോയി. കാരണം നാളെ അവൻ്റെ തലയിലും കൊണ്ട് ബോംബ് വെക്കും. അതോടുകൂടിയാണ് ഖത്തറിൻ്റെ പാഠം പഠിച്ചത്, ഇതൊന്നുമായിട്ട് മുന്നോട്ട് പോകാൻ നടക്കത്തില്ല. ഇത് ഞാൻ ആദ്യം ഡേ 1 ഓൺവേർഡ്സേ പറയുന്ന അമേരിക്ക പറഞ്ഞിട്ടാണ്, അമേരിക്കയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഖത്തറിൻ്റെ മേളിൽ ബോംബിട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് പെട്ടെന്ന് ഈ ഹമാസിൻ്റെ സറണ്ടർ പെട്ടെന്ന് കയറി വന്നത് എല്ലാ രീതിയിലും. അതാണ് അതിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് അൾട്ടിമേറ്റ്ലി പറയാവുന്നൊരു കാര്യമുണ്ട്. നമ്മളിപ്പം ഒരു രാജ്യം എടുക്കുക, ചൈന, അപ്പുറത്ത് റഷ്യ, ഇതൊക്കെയാണ് പവർഫുൾ രാജ്യങ്ങളെന്ന് നമ്മൾ പറയുന്നത്. ചൈന പവർഫുള്ളാണ്, അവർക്ക് വെപ്പൺസ് ഉണ്ട്, നല്ല മിലിറ്ററി ഉണ്ട്, പക്ഷേ സാമ്പത്തികമുണ്ട്. പക്ഷെ അവർക്കൊന്നും അമേരിക്ക ഇടപെട്ട പോലെ ഇടപെടാൻ പറ്റത്തില്ല. ഈ ട്രംപ് ഇസ്രായേലിലോട്ട് പോകുന്നതിന് മുമ്പേ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞൊരു സംഭവമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വാർ ടാരിഫുമായി ബന്ധപ്പെട്ടാണ് നിർത്തിയത്. അയാൾ പല ആവർത്തി പറയും, ഇന്ന് വരെ ഇന്ത്യയിലൊരു സീനിയർ നേതാക്കൾ, അതായത് പൊളിറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള നേതാക്കൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ പവർ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒരു രാജ്യത്തിന് സാമ്പത്തികമായിട്ടും മിലിറ്ററി ആയിട്ടും പവർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം അവരുടെ കൂടെ നിൽക്കും. അതാണ് ഈജിപ്റ്റ് ഉച്ചകോടിയും ഈ പറയുന്ന വാർ നിർത്തിയതിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രാധാന്യം. പക്ഷെ ട്രംപ് വളരെ സിൻസിയറായിട്ടാണ് ഈ വാർ നിർത്താൻ ശ്രമിച്ചത്. അയാൾ ഉക്രൈൻ റഷ്യ വാർ അതേപോലെ നിർത്താൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ റഷ്യ എന്ന് പറഞ്ഞൊരു പവർഫുൾ രാജ്യം ഒന്നുമല്ലാത്ത ഉക്രൈനുമായിട്ട് കയറി അടിക്കുകയോ, അത് കംപ്ലീറ്റ് മൂലയ്ക്കാക്കി കളഞ്ഞില്ലേ. അവിടെയാണ് ചൈന വളരെ സ്മാർട്ടായത്. അവർ വിരട്ടും പരിപാടിയൊക്കെ ഉള്ളൂ. ഒരു രാജ്യത്തും ഈ പറയുന്ന തായ്വാൻ ആണെങ്കിലും ഫിലിപ്പൈൻസ് ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും ഈ രാജ്യത്തൊന്നും കയറി അടിക്കാൻ പോയിട്ടില്ല. അപ്പം അതുവഴി ഇതുവഴി നോർത്ത് കൊറിയയെ കൊണ്ട് വിരട്ടിൽ മാത്രമേ ഉള്ളൂ. അവർക്കറിയാം അൾട്ടിമേറ്റ് അടി കിട്ടുന്ന ഈ പറയുന്ന ചൈനയ്ക്ക് അടി കിട്ടും. കാരണം ചൈന സാമ്പത്തികമായിട്ട് മികച്ച രാജ്യം. ഇതാണ് അതിൻ്റെ ഇഷ്യൂ. അതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ വാറല്ല. ഇന്ത്യക്കെല്ലാം മെച്ചം കിട്ടുന്നു, ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ വൃത്തികെട്ട രാജ്യത്തിനാണ് മെച്ചം കിട്ടുന്നത്. എല്ലാ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യും എങ്ങനെ മെച്ചം കിട്ടും. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ എക്കണോമിക് സൂപ്പർ പവറായിട്ട് മാറുന്ന ഒരു രാജ്യം. അവർ ഈ തേർഡ് റേറ്റഡ് രാജ്യവുമായിട്ട് കയറി അറ്റാക്ക് ചെയ്യും. അവർക്ക് പറ്റിയ രാജ്യമാണ് ഈ താലിബാനൊക്കെ, അത് അവരുമായിട്ടൊക്കെ പോട്ടെ. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇവരുമായിട്ടൊരു കൺവെൻഷനോ ഈ വാറും. പക്ഷേ മറ്റുള്ള രീതിയിൽ പല വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അണ്ടർ കവർ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നടത്തുകയാണ് എന്താണ് ഇപ്പോഴും ഇന്ത്യ ചെയ്തിരിക്കുന്നതാണ് യഥാർത്ഥ സംഭവം. ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാനെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിക്കുന്നതാണ് സംഭവം. നമ്മൾ മാറി നിൽക്കുക, നമ്മൾ മാറി നിന്ന് ഗാലറിയിൽ നിന്ന് കാര്യങ്ങൾ കാണുക. ഒരിക്കലും നമ്മൾ ഇതേപോലെയുള്ള വാറിൽ എൻഗേജ്ഡ് ആകരുത്. അത് ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതി, ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ ഓരോന്നായിട്ട് എടുത്തു വെച്ച് നോക്കുക, എവിടെയൊക്കെയാണ് നമ്മളെ ബാധിച്ചത്. അതാണ് കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യത്തിനെ കൊണ്ട് പറ്റും. അവർക്ക് ഫുള്ളി ആയിട്ട് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്. അതേപോലെ അമേരിക്ക ഇന്ത്യ ആയിട്ട്, കാരണം നാറ്റോ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിന് വേണ്ടി ജീവിക്കുന്ന രാജ്യമാണെന്ന് പറയാം. അപ്പം അമേരിക്കൻ പ്രസിഡന്റിന്റെ സണ്ണിലോ
ജെറേഷ് കുഷ്ണർ. അയാളാരാ ബേസിക്കലി ന്യൂ ജേഴ്സിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ഓർത്തഡോക്സ് ജൂവിൻ്റെ ഫാമിലി എന്നുള്ളയാളാണ്. അയാൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ മകളെ കല്യാണം കഴിച്ചിട്ട് അവരെ കൺവേർട്ട് ചെയ്ത് ജൂയിഷ് ആക്കി. അപ്പോൾ ഈ ജൂയിഷ് എന്ന് പറഞ്ഞ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ മരുമോന് ഏറ്റവും കൂടുതൽ കച്ചവടം ഇവിടെ നടത്തുന്നത് സൗദി അറേബ്യയും ദുബായും ഖത്തറും. അത് കേരളത്തിലെ മരപ്പൊട്ടന്മാരായ സുഡാപ്പികളെ മനസ്സിലാക്കുക. അയാൾ ഹാർഡ് കോർ ജൂയിഷാണ്. അയാളുടെ ബിസിനസ്സും പണമല്ല ഈ അറേബ്യൻ രാജ്യങ്ങൾ കൊടുക്കുക. എന്തുകൊണ്ടാണ് അറേബ്യൻ രാജ്യങ്ങൾ ഇത്രയും പണം ഈ പറയുന്ന സൗദി അറേബ്യൻ ഇൻവെസ്റ്റ്മെന്റും ഖത്തർ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കൊടുക്കേണ്ട കാര്യം എന്താ? അയാളുടെ മരുമോനാ, അതാണ് ഇതിൻ്റെ കാര്യം, വേറൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അതായത് മനസ്സിലാക്കേണ്ടത് ഈ അറബ് രാജ്യങ്ങൾക്കൊന്നും ഇനി ഇസ്രായേലുമായിട്ട് ഫൈറ്റ് അല്ല, അവർക്ക് ഒന്നും പറയാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ടും ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ ഒരു പ്രതിഷേധ റാലിയോ ഒന്നും തന്നെ ഉണ്ടാകാതിരുന്നത്. കാരണം അറബ് രാജ്യങ്ങൾക്കറിയാം ഈ ഇഷ്യൂ ഫർദറായിട്ട് എസ്കലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അവിടെയാണ് ട്രംപ് ഈ രാജ്യങ്ങളെ എല്ലാം ഈ യൂറോപ്യൻ രാജ്യങ്ങളെ ഈ പറയുന്ന ഗ്ലോബലായിട്ട് എല്ലാ രാജ്യങ്ങളെ ഈജിപ്തിലോട്ട് കൊണ്ടുവന്നിട്ട് ആലോചിച്ച് നോക്കുക, എന്തോ ഗെയിം പ്ലാൻ ആയിരുന്നു. ഇസ്രായേലിനാണ് പിന്തുണ കൊടുക്കുന്നത്. പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം നടപ്പിലാക്കും. നടക്കത്തില്ല, അതും നടക്കാൻ പോകുന്നില്ല. കാരണം അല്ലെങ്കിൽ ആ രീതിയിലായി അതൊരു ഹ്യൂജ് ട്രാൻസ്ഫർമേഷനാണ്. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഇസ്രായേലും തയ്യാറാവത്തില്ല. ഇതാണ് ഗെയിം പ്ലാൻ. ഇത് മനസ്സിലാക്കാൻ സമയമെടുക്കും. അതാണ് മനസ്സിലാക്കുന്നത്. ട്രംപ് വിജയിച്ചത് ഇസ്രായേലിന് വേണ്ടിയാണ് വിജയം വരുത്തി കൊടുത്തത്. അയാൾ എല്ലായിടത്തും അയാളുടെ കാര്യങ്ങൾ നടത്തി അയാൾ സക്സസ് ആയി. ഇതാണ് ഈ പറയുന്ന ഇസ്രായേൽ ഹമാസിലെ ട്രംപിൻ്റെ റോള്. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിൻ്റെ താഴെ കൊണ്ടാക്കി വലിയ ഗെയിം പ്ലാൻ അയാൾ നടത്തി. ആ ഗെയിം പ്ലാനിൽ അയാൾ വിജയിക്കുകയും ചെയ്തു.